സാർ ഇപ്പോൾ പല ആൾക്കാർക്കും പല ഹാബിറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരാൾക്ക് ചിലപ്പം പുക വലിക്കുന്നതായിരിക്കും, ചില ആൾക്കാർക്ക് ഫുഡ് കഴിക്കുന്നതായിരിക്കും, ചില ആൾക്കാർക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കും. അപ്പൊ ഇതിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഹാബിറ്റ് എന്ന് സാറ് പറയുകയാണെങ്കിൽ ഏതായിരിക്കും? ആൽക്കഹോളിസം, ഓക്കെ. സ്മോക്കിംഗ്, ഈ രണ്ടും കൂടി ഞാൻ കാരണം ഇത് രണ്ടും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഡാമേജ് ഉണ്ടാക്കും. ഇപ്പം സ്മോക്കിംഗ് എന്ന് വെച്ചാൽ ഒരുപാട് ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് അതില്ല, അത് ഉണ്ടാക്കാത്ത രോഗമില്ല. ആക്ച്വലി മെഡിക്കലി പറയുകയാണെങ്കിൽ സ്മോക്കിംഗ് ആണ് കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ളത്. പക്ഷെ അതേസമയത്ത് ആൽക്കഹോളും, ഈവൻ സിംഗിൾ ഡ്രോപ്പ് ഓഫ് ആൽക്കഹോൾ ഇസ് നോട്ട് ഗുഡ്, ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് ഞാൻ പറയുള്ളൂ. ചില ആൾക്കാർ മോഡറേഷൻ കുറച്ച് ആൾക്കാർ കഴിക്കാൻ പറ്റുമോ, അതിന് കുറെ ചില മുടന്തൻ ന്യായങ്ങളുമായിട്ട് ചില ആൾക്കാർ വരാറുണ്ട്. കുറച്ച് കഴിക്കുന്നത് നല്ലതാണ്, മാത്രം കഴിക്കുന്നത്, കുറച്ച് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വൈൻ കഴിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈവൻ സിംഗിൾ ഡ്രോപ്പ് ഓഫ് ആൽക്കഹോൾ ഇസ് ബാഡ്. അതുകൊണ്ട് ഈ ആൽക്കഹോളും സ്മോക്കിങ്ങും ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി എന്ത് ഹാബിറ്റ് ആണെങ്കിലും വലിയൊരു കുഴപ്പമില്ലാതെ വേണമെങ്കിൽ ഇപ്പോൾ പറയാം. നിങ്ങൾ ഹാബിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ മറ്റിപ്പം ഡ്രഗ്സും പരിപാടിയൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ അതിൽ ചേർത്തില്ല കേട്ടോ. അതൊക്കെ ദാറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ്. അബ്സല്യൂട്ട്ലി ഭയങ്കര ഡേഞ്ചറസ്. ഞാനിങ്ങനെ കോമൺ ആയിട്ട് ആളുകളിലുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ വന്ന ഹാബിറ്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അല്ലാതെ ഡ്രഗ്സ് ഒക്കെ ഒരു ഹാബിറ്റ് അപ്പോൾ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. ഓക്കെ.